ഹായ്. മഹാരാജ കണ്ടു. വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം. കുറേ നാളായി വിജയ് സേതുപതിനെ ഇത്രയൊരു അടിപൊളിയായിട്ട് സ്ക്രീനിൽ കാണാതിരുന്നിട്ട് പുള്ളിയുടെ ഒരു കംബാക്ക് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ആ രീതിയിൽ വരെ നമുക്ക് കാണാവുന്ന ഒരു ചിത്രമാണ്. അതിഭീകരമായ സ്ക്രിപ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ബേസായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുള്ളത്. ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു ക്രൈം സീൻ വിജയ് സേതുപതി ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലാണ് ട്രെയിലർ കണ്ടിട്ടുള്ളത്. അതായത് ഒരു ക്രൈം നടക്കുന്നു, പുള്ളിയുടെ വീട്ടിലാണ്, ലക്ഷ്മീനെ കാണാതെ പോയി. അപ്പോൾ ആരാണ് ലക്ഷ്മി, എന്താണ് ലക്ഷ്മി, ലക്ഷ്മീനെ എങ്ങനെ കിട്ടും, എന്തിനാണ് ലക്ഷ്മീനെ ഇങ്ങനെ അന്വേഷിക്കുക, എന്തായാലും ആ ക്രൈം സീനിൽ എന്തായാലും ലക്ഷ്മീനെ അന്വേഷിക്കുക. അപ്പോൾ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്, അല്ലെങ്കിൽ ലക്ഷ്മിയെ കാണാതായതുപോലുള്ള മുതലുള്ള ഒരു കഥയാണെന്ന് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ആ ഒരു ക്രൈം എന്താണെന്നും വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം. അപ്പോൾ പുള്ളി കുറേ നാളായില്ലേ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ കാണുന്നത്. ഈ സിനിമയിലെ ചുമ്മാ വന്നിരുന്നിട്ട് ഒരു മനുഷ്യൻ നമ്മളങ്ങോട്ട് ഇമോഷണൽ ആക്കുക, നമ്മളങ്ങനെ കരയിപ്പിക്കുക. നമുക്ക് തുടക്കത്തിൽ ഈ വിജയ് സേതുപതി ഈ ക്രൈമിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് വളരെ കോമഡി ആയിട്ട് എന്താണ് ഇത്, കേസ് എന്താണ്, പരിപാടി എന്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന തരത്തിൽ ഒരു ക്രൈം സീൻ ഡിസ്ക്രൈബ് ചെയ്യുകയും ആ സീൻ ഏറ്റവും അവസാനം അതേ സീൻ വീണ്ടും പുള്ളി ആവർത്തിക്കുന്നുണ്ട്. അതേ സീൻ വീണ്ടും ഒന്നുകൂടി പറയുന്നത്. ഈ രണ്ട് സീൻസും അടുപ്പിച്ച് വെക്കുമ്പം ഇവിടുന്ന് നമ്മൾ ചിരിച്ചു തുടങ്ങിയാൽ ഇതിൻ്റെ അവസാനത്തുമ്പോഴേക്കും നമ്മൾ കരഞ്ഞു തുടങ്ങുന്ന രീതിയിൽ ഈ മനുഷ്യൻ ചുമ്മാ വന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മളെ കരയിപ്പിച്ച് പോവുക. അങ്ങനെ ഒരു പടം എനിക്ക് എവിടെ തുടങ്ങണമെന്നോ എന്ത് പറയണമെന്നോ അതൊന്നും നമുക്ക് മനസ്സിലാവാതെ ഈ സിനിമ എല്ലാവരും കാണണമെന്ന് ആദ്യമേ പറയാൻ തോന്നൂലേ, അങ്ങനെയുള്ളൊരു പടം. ഇതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞു ഏറ്റവും എന്താ പറയുക, ഈ കഥ നമുക്ക് പുതിയ കഥയൊന്നുമല്ല, നമുക്കറിയാവുന്ന, നമ്മൾ കേട്ട് പരിചയമുള്ള, നമുക്ക് എല്ലാവർക്കും ചുറ്റും കുറേ സിനിമകൾ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ്, നിതിൻ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ചെയ്തിട്ടുള്ളത്. അസാധ്യമായ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. അതായത് ഒരു ഫസ്റ്റ് ഹാഫ് നമുക്കിതിൽ വിജയ് സേതുപതി ഉണ്ട്, അനുരാഗ് കശ്യപ് ഉണ്ട്, അഭിരാമി ഉണ്ട്, മമത മോഹൻദാസ് ഉണ്ട്, പിന്നെ നടരാജ് സുബ്രഹ്മണ്യൻ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ട് അടിപൊളിയായിട്ട് ഒരു സാധനം നമ്മളെ മുമ്പിലേക്ക് വെച്ച് തരികയാണ്. തുടക്കത്തിൽ ഇങ്ങനെ ഇതേ ക്രൈം സീനിൽ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കുറേ സീനുകൾ കാണാം. കുറേ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, മാസായിട്ടും ഇമോഷണലായിട്ടും കുറേ സീനുകൾ നമുക്ക് കാണാം. പക്ഷേ ഒരു സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീനിലേക്ക് ഇയാളെന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്തത്, അയാളെന്തിനാണ് അത് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സൈറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റിയെ പരകോടിയിൽ എത്തിച്ചിട്ട് ഒരു ഇൻ്റർവെൽ വരെ അങ്ങനെ പോകുന്നു. അതിനുശേഷം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ എന്താണ്, മഹാരാജയും ഇളയരാജയും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. ഇത് മാസാണ്, സൈലൻ്റായി നിന്നിട്ട് മാസ് കളിക്കുന്ന ഒരു പടം. എനിക്ക് ഏറ്റവും ഇങ്ങനെ അനുരാഗ് കശ്യപ് വില്ലൻ വേഷത്തിലെത്തുന്നത്, അയാളെയൊക്കെ നമുക്കങ്ങോട്ട് കൊന്നാലോ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ അത്രയും സിൻസിയറായിട്ടൊരു വില്ലൻ, അല്ലെങ്കിൽ അത്രയും അനുരാഗ് കശ്യപ് തകർത്തു എന്നൊക്കെ പറയില്ല, ആ രീതിയിലൊരു വില്ലൻ. അയാളോട് നമുക്ക് പക തോന്നും, ദേഷ്യം തോന്നും, നമുക്ക് വൈരാഗ്യം തോന്നും, കൊന്നുകളയാനൊക്കെ തോന്നും. അത്തരത്തിലൊരു വില്ലനായിട്ട് അനുരാഗ് കശ്യപ് എത്തുന്നു. പിന്നെ വരുന്നത് അഭിരാമിയാണ്, അനുരാഗ് കശ്യപിൻ്റെ വൈഫായിട്ട് എത്തുന്നുള്ളത്. നമുക്കറിയാം മലയാള സിനിമകളിൽ നമ്മൾ കുറേ ലെവലിൽ അഭിരാമിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ സ്കില്ല് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ഒരു എഫേർട്ട്, അതൊരു ഡയറക്ടർ എഫേർട്ടൊക്കെ തന്നെ ആയിരിക്കാം. ഈ സിനിമയിൽ നമുക്ക് അഭിരാമീനെ അങ്ങനെ കാണാം. അഭിരാമിയുടെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു അഭിനയമായിട്ടാണ് അഭിരാമിയുടെ ഉള്ള. മമത മോഹൻദാസ് ഉണ്ട്. മമത മോഹൻദാസ് പക്ഷേ ചെറിയൊരു വേഷത്തിലാണ്, വലിയ സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിലും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഈ വിജയ് സേതുപതിനെയും അനുരാഗ് കശ്യപിനെയും എടുത്തു വെച്ചാൽ അങ്ങോട്ട് ഒരസി നിൽക്കുക. സേതുപതി ഇങ്ങനെ ചുമ്മാ വന്നിരുന്നിട്ട് ആദ്യം നമുക്ക് തോന്നി ഇയാളെന്താ തലക്ക് സുഖമില്ലാത്ത ആളാണ്, ഇയാൾക്ക് വട്ടാണോ, ലക്ഷ്മീനെ കാണണം, ലക്ഷ്മി വേണം. ഒരു ക്രൈം സീനിൽ പറയുകയാണ് ലക്ഷ്മീനെ കാണണം, നമ്മളായിരിക്കും ലക്ഷ്മി ഇയാളുടെ ഭാര്യയോ മകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്ന്. അതെന്താന്ന് പിന്നീട് പറയുന്ന സീൻ. ഇതിലെന്താ ഇപ്പം അവിടെ നടക്കുന്ന മരണങ്ങൾക്ക് അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്കുള്ള റീസൺസ്, ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലൊരു സിനിമ. എനിക്ക് എന്ത് വാക്കിട്ട് ഇതിനെ നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്ത് തരണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട ഒരു പടം തന്നെ ഞാൻ പറയും. പാട്ടുകൾക്കൊന്നും അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് കൊടുക്കാനില്ല. പക്ഷേ ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് വലിയ ഒച്ചയും വാർപ്പുളികളൊക്കെ നമുക്ക് ഉണ്ടാകുന്ന. ആദ്യം തന്നെ സ്ക്രീനിൽ സേതുപതിനെ കാണുമ്പോൾ നമുക്ക് കൂകി വിളിക്കാൻ തോന്നും. നമ്മളൊക്കെ കൂകി വിളിച്ചിട്ടുണ്ട്.
അപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരാൾ, എക്സ്പ്രസ് ചെയ്യാത്ത ഒരാൾ, നമുക്കറിയാം. ഒരു ബാക്ക് എൻഡിൽ പോകുമ്പം ഇയാൾ കാണിക്കുന്ന വില്ലത്തരമൊക്കെ കാണുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെ മുമ്പിലും നല്ലൊരു മനുഷ്യനായിരിക്കും, ഒരു മാന്യൻ, കണ്ടാൽ ഒരു മാന്യനാവുന്ന. പക്ഷെ ബാക്കിൽ നടക്കുമ്പം ഇയാളാണ് ഇത് ചെയ്യുന്നത്, അതാണ് അങ്ങനെ ഒരു സൈക്കിക് സാധനമൊക്കെ തരുന്ന, അല്ലെങ്കിൽ ഇയാൾ എന്താ പറയുക, സ്വന്തം ഒരു ലക്ഷ്മിക്ക് വേണ്ടി എന്ന തരത്തിൽ ഇയാൾ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമ. എന്തോ ഒരു ഭംഗിയായിട്ട്, അതായത് തമിഴ് സിനിമ, കുറേ മലയാള സിനിമ തമിഴ് നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഭയങ്കര വൈറലായ മലയാള സിനിമകളുടെ അതുപോലൊരു സിനിമയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ കൂടി അതിഭീകരമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും മഹാരാജ എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയ ബലത്തിൽ, സ്ക്രിപ്റ്റിൻ്റെ ബലത്തിലും പിന്നെ സേതുപതിൻ്റെ അഭിനയവും, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കില്ലിങ് പെർഫോമൻസ്, അല്ലെങ്കിൽ കില്ലിങ് സിനിമ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2.5 മണിക്കൂറാണ് ഇതിൻ്റെ ദൈർഘ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഒരിടത്തൊരു ലാഗോ ഒരിടത്തൊരു ബുദ്ധിമുട്ടും, പക്ഷേ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് നമുക്കിത് അറിഞ്ഞേ പറ്റുമോ. അതുകൊണ്ട് അവസാനം വരെ, ഏറ്റവും അവസാനം കാർഡ് കാണിച്ചാൽ നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നാത്ത തരത്തിൽ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭയങ്കരമായിട്ട് ഇമോഷനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കിയിട്ട് ഓക്കെ ഒരാളത് അർഹിക്കുന്നതാണ് എന്ന തരത്തിലൊക്കെ ഉണ്ടെങ്കിലും അവസാനം എത്തുമ്പോൾ നമ്മൾ ഭയങ്കര വിഷമിച്ചു പോകും. ആദ്യത്തെ ആ കോമഡി സീനിൽ നിന്നും അവസാനത്തെ വിഷമുള്ള സീനിലേക്ക് സേതുപതി കരയുമ്പോൾ കൂടെ കരയാൻ, അല്ലെങ്കിൽ ഉള്ളിലൊരു വിങ്ങലൊക്കെ തരുന്ന ആ തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റും അഭിനയവും. എനിക്കിതിനെപ്പറ്റി തന്നെയാണ് കൂടുതൽ പറയാനുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. മാസാണ്, ഫൈറ്റ് ഉണ്ട്, സ്നേഹമുണ്ട്, പ്രണയമൊക്കെ, അതായത് ഒരു വില്ലൻ്റെ പ്രണയമായാലും അയാളുടെ ഭാര്യയുടെ പ്രണയമൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം നിഷ്കളങ്കരായ കുറേ മനുഷ്യരെ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, ഇതൊക്കെ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ടതാണ്. അപ്പം ആരും, ഏത് ടൈപ്പ് ഓഡിയൻസ് ആയാലും എല്ലാവർക്കും തിയേറ്ററിലിരുന്ന് ഒന്നിലധികമോ തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലിരുന്ന് തന്നെ കാണുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവർ ബൈ.